അപ്പോൾ ശ്രീ ബിജു നായർ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ പാലക്കാട് ഇറക്കുകയായിരുന്നു ചെയ്തത് എന്ന് കെ സുരേന്ദ്രൻ തന്നെ സമ്മതിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് തന്നെയാണല്ലോ. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാലക്കാട് തിരഞ്ഞെടുപ്പ് എന്തായാലും BJPക്ക് പ്രതികൂലമായാണ് ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് അധ്യക്ഷനെ തന്നെ ആയിരിക്കും. അതൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ടീം വർക്ക് ആയിരുന്നുവെങ്കിലും ആ ടീമിനെ നയിച്ച ആൾ എന്നുള്ള നിലയിൽ ഈ ഒരു പരാജയത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്, ഞാനത് പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. അദ്ദേഹം രാജ്യസന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇനി ഒരു അവസാന തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എന്തിനാണ് പഴയ കാര്യങ്ങളിലേക്ക് ചികഞ്ഞു പോകുന്നത് എന്നുള്ളത്, കാരണം അതിൻ്റെ വിധി ജനങ്ങൾ തന്നെ വളരെ വ്യക്തമായി എഴുതി കഴിഞ്ഞു. BJP ചെയ്തതൊക്കെയും നമ്മുടെ കോർ വോട്ടുകൾ സ്വരൂപിച്ച് നിർത്തുന്നതിൽ കവിഞ്ഞ് ഒരു മുന്നേറ്റം നടത്തുവാൻ നമ്മളെ സഹായിച്ചിട്ടില്ല. അതിന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ മെട്രോമാനെ പോലെ സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾ ഇന്നലെയും അല്ല അറിഞ്ഞത്, നമുക്ക് പണ്ടേ അറിയാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ഉയർന്ന പ്രകടനം നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടില്ല. കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പല രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വളരെ വ്യക്തമായി തന്നെ നടക്കുകയാണ്. അതിപ്പം ഈ ആദ്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിലല്ല, ഇതിനു മുമ്പും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPക്ക് എവിടെയാണ് ജയസാധ്യതയുള്ളത് എന്ന് നോക്കി കണ്ട് അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ ഒരു മാസ് വോട്ടിംഗ് ബ്ലോക്കായി സ്വരൂപിച്ചുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക്, അവിടെ വിജയസാധ്യതയുള്ള ഏത് സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക വഴി ഒരു ഇലക്ടറൽ എഞ്ചിനീയറിംഗിലൂടെ നേടിയെടുത്ത ഒരു വിജയമാണിത്. അത് ഒരു ന്യായീകരണം പറയുന്നതല്ല, അത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം ഈ സെയിം സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ തന്നെയാണ് വേറൊരു മണ്ഡലത്തിൽ നമുക്ക് 10,000 വോട്ടുകൾ കൂട്ടുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. അതുതന്നെയാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞത്. തോൽവികളുടെ ഉത്തരവാദിത്വം മാത്രം എന്നിൽ കെട്ടിവെക്കുവാനുള്ള ആ ഒരു അമിത ആവേശം, അതേസമയം ഇതുവരെയുള്ള ജയങ്ങൾക്കോ അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ മുന്നേറ്റങ്ങൾക്കോ ഒന്നും ആരും അതിന്റെ പിന്നാമ്പുറങ്ങൾ ചകഞ്ഞു പോവുകയോ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള പാലക്കാട് എന്നുള്ള മണ്ഡലം അത് നേടിയെടുക്കുവാൻ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന എളുപ്പമായിരുന്നു BJPക്ക്. കഠിനാധ്വാനം മാത്രം മതിയായിരുന്നു, പിന്നെ ഓരോ കരുനീക്കങ്ങളും ശ്രദ്ധയോടെ വേണമായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് പാളിച്ച എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓരോ സമയത്തും ചൂണ്ടിക്കാണിച്ച നേതാക്കന്മാരുണ്ട്. അതിന് നഗരസഭാ അധ്യക്ഷർ പറയുന്നു, N ശിവരാജൻ ദേശീയ നിർവാഹക സമിതി അംഗം പറയുന്നു. ആ സമയത്ത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു ധിക്കാരപരമായ സമീപനമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആരെയും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം. C. കൃഷ്ണകുമാർ എന്നയാൾ തന്നെ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്ന് ഇന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു എന്നതിലേക്ക് അദ്ദേഹത്തിന് കുറ്റസമ്മതമാണ് അവിടെ വന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒഴിവാക്കൽ നടന്നിട്ടില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു പാലക്കാട് ജയിക്കുന്നതിന് വേണ്ടി, C. കൃഷ്ണകുമാറിന് വേണ്ടി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ എത്ര തവണ അവിടെ പ്രചാരണത്തിന് വന്നു? അല്ല, ഇവിടെ നമുക്ക് വീണ്ടും മഞ്ജുഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായ പോയിന്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലല്ലേ? ഇപ്പോൾ ഉയരുന്ന വിമർശനത്തിനിടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയുവാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒടുവിൽ എല്ലാവരും കൂടി പറയുന്നു അയ്യോ സുരേന്ദ്ര പോകല്ലേ എന്നുള്ള കാര്യം ദേശീയ നേതൃത്വത്തിൽ നിന്ന് തൽക്കാലം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, ആ സമയമാകുമ്പോഴേക്കും ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ തന്നെ രക്ഷിച്ചു നിർത്തുമെന്ന് സുരേന്ദ്രൻ അറിയാം. അതുകൊണ്ട് മുൻകൂറായി ഒരു ടീം വർക്ക് ആയിരുന്നു, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി മാത്രമായി തട്ടിക്കൂട്ടിയ ഒരു സംഘടനയൊന്നുമല്ല BJPയിൽ ഒരു അധ്യക്ഷനെ എങ്ങനെയാണ് നിയമിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതിന് അദ്ദേഹത്തിന് സമയം അനുവദിക്കണമോ അതോ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ
പുറത്താക്കണമോ വേറൊരാളെ കൊണ്ടുവരണമോ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് സുരേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തെറ്റുകളിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള ഊഹാപോഹങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ എവിടെയാണ് നമുക്ക് ഒരു ഗ്രൂപ്പ് വഴക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മളാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി വാദിക്കുകയും BJP-യിൽ ഗ്രൂപ്പ് വഴക്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അരോചകമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ വ്യക്തമായി നമ്മൾ പറയുന്നത് നമുക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ്. നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ ആ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? അതിന് ആരെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ നിന്ന് എന്നൊക്കെയുള്ളത് വളരെ വിശദമായി തന്നെ പഠിച്ച് തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ ശക്തമായ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമുക്കായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതൊരു ടീമിൻ്റെയും ലീഡർ, ആ ലീഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജയങ്ങളുടെ ക്രെഡിറ്റ് എടുത്തില്ലെങ്കിൽ പോലും, അത് ടീമിൽ കൊടുത്താൽ പോലും തോൽവിയുടെ പരാജയത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുവാൻ സന്നദ്ധത കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ വാചകം കൂടി കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് തോൽവിയുടെ